ഹലോ ഗൈസ്. ഹായ് ഗൈസ്. അപ്പോൾ ഇന്നാണ് നമ്മുടെ ചെന്നൈയിലെ ലാസ്റ്റ് ദിവസം എന്ന് തോന്നണല്ലേ? തോന്നണം. നമ്മള് ഇന്ന് ചെന്നൈ വിടുകയാണ്. ചെന്നൈ വിട്ടിട്ട് നമ്മൾ മഹാബലിപുരമാണ് പോണം. അത് ചെന്നൈയിലല്ലേ? ചെന്നൈയിലാണെന്ന് തോന്നണത്. സിറ്റി വിടുന്നു, അതാണ് സിറ്റി വിടുന്നു. ഇനി മഹാബലിപുരം കഴിഞ്ഞിട്ട് അടുത്ത വേറെ ലൊക്കേഷൻ ആയിരിക്കും. ചിലപ്പോ വീട്ടിലായിരിക്കും. അതും വേറെ ലൊക്കേഷൻ ആണല്ലോ. അപ്പൊ അതാണ് ഇന്നത്തെ പരിപാടികൾ. നമ്മൾ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നു. അപ്പൊ എല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ആക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നു. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ഇപ്പം ബസ് സ്റ്റാൻഡിലോട്ട് പോണ്. വെയിൽ കാഞ്ഞ് ഇങ്ങനെ പോവാണ്. മഹാബലിപുരം. അവിടെ വൈകുന്നേര സമയത്ത് കയറിയാൽ മതി എന്നാണ് എല്ലാരും പറഞ്ഞത്. അവിടെ ചെന്നിട്ട് നോക്കാം. അവിടെ ഭയങ്കര ചൂടാ. നോക്കാം, എല്ലാം നിങ്ങൾക്ക് വേണ്ടിയല്ലേ എന്ന് ആലോചിക്കുമ്പോൾ സമാധാനം. ഓക്കെ, നമ്മൾ ഇവിടെ ബസ് സ്റ്റോപ്പിലെത്തി. ഇനിയിപ്പം അടുത്ത ബസ് പിടിച്ച് നമുക്ക് അങ്ങോട്ട് പോവാം. ബസ് കിട്ടി. ഇനി നമ്മൾ ഇവിടെ തിരുവണ്ണൂർ പോയിട്ട് അവിടെ നിന്നാണ് ബസ്. അതെ, നമുക്ക് അവിടെ ചെന്നിട്ട് വല്ലതും കഴിക്കാം. കഴിച്ചിട്ട് അടുത്ത ബസ് പിടിക്കാം. നമ്മൾ തിരുവണ്ണൂർ അല്ലേ? അവിടെ എത്തി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്നാ. നമ്മൾ ഇവിടെ അടുത്തൊരു ഹോട്ടലിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങോട്ട് നടക്കുകയാണ്. ഹൗസ് ഓഫ് അന്നപൂർണ്ണ. കയറി നോക്കാം. നല്ലതായിരിക്കും. സാമ്പാർ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഫുഡ് അടിച്ചു. വയറ് നിറഞ്ഞോ? വയറ് നിറഞ്ഞു. സന്തോഷമായി. നിനക്കല്ലേ സന്തോഷമായ? നമുക്ക് ബിരിയാണി കഴിക്കാത്തോണ്ട് ആ ഒരു ഇതില്ല, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അല്ല, വെറുമായിട്ട് ബിരിയാണി കഴിച്ചോടാ, ദോഷമാണ്. പിന്നെ ഫോർ ഉല്ലാസ് നമ്മൾ റൂട്ട് തിരിച്ചു വിട്ടു. അതെ, അല്ലാതെ വേറെ ഹോട്ടലൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല. ഓക്കെ, നമ്മളിനിയിപ്പം മഹാബലിപുരം ബസ് സ്റ്റാൻഡിൽ പോവും. അതിനുശേഷം മഹാബലിപുരം ബസ് പിടിക്കും. പിന്നെ ഈ ബാഗൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉള്ളത് ഒതുക്കണം. അതുകൂടെ നോക്കണം അല്ലേ? നോക്കണം. അപ്പം ഇനിയിപ്പോൾ ബസ് പിടിച്ച് അങ്ങോട്ട് എത്തിയിട്ട് കാണാം. എങ്ങനെയുണ്ട്? സൂപ്പർ. ഇപ്പോഴും അവന് സൂപ്പർ എന്ന് പറയാൻ പറ്റുന്ന ഒരു മനസ്സിനെ. ഗൈസ്, ഒടുക്കത്തെ ചൂട് പറയാതിരിക്കാൻ വയ്യ. ആരും ഈ സീസണിൽ വരാതിരിക്കുക എന്നേ ഞാൻ പറയുന്നുള്ളൂ. എല്ലാവരും ഒരു കൊടൈക്കനാലിൽ പോകും. അതെ, എന്തെങ്കിലും ഒരു വിൻ്റർ സീസണോ വല്ലോ അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രം വരിക. അല്ലാതെ സമ്മർ സീസണിൽ നോ. അയ്യോ, വീട്ടിൽ പോയല്ലേ? ഇല്ല, ഇതുവരെ വന്നില്ല. അവിടെയും കൂടെ പോയിട്ട് പോവാം. ഓക്കെ, ഇതിപ്പം കുറച്ച് സമയം ഇവിടെ കിടക്കും. അത് കഴിഞ്ഞിട്ട് എടുക്കുമെന്നാണ് പറഞ്ഞത്. അതുവരെ നമ്മൾ ഇവിടെ ഇരുന്ന് പുഴുങ്ങും. അരമണിക്കൂർ എടുക്കുമെന്ന് പറയണേ. നീണ്ട കാത്തിരിപ്പിന് ശേഷം ബസ് എടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ അങ്ങ് എത്തിയിട്ട് വരാം. ഇവിടെ നിന്ന് എന്തായാലും ഒരു 2 മണിക്കൂർ യാത്ര കാണൂല്ലേ? 1 മണിക്കൂർ, 1.5 കാറില്. ബസ്സിൽ കുറച്ചുകൂടെ സമയം എടുക്കും. 2 മണിക്കൂർ എടുക്കും. ഇപ്പോൾ 2 മണിക്കൂർ അടുപ്പിച്ച് എടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞ് വരാം. യെസ് ഗൈസ്, ഞങ്ങൾ ഗീലാൻഡ് പണിയാച്ച്. എന്താണ് ചൂടില്ല. പിന്നെ നമ്മളൊരു വെള്ളമൊക്കെ കുടിച്ചിട്ട് പതുക്കെ അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ ബാഗ് വെച്ച് നമ്മൾ മഹാബലിപുരം ഷോർ ബീച്ചിലേക്ക് പോകാൻ പോവാണ്. ഷോർ ടെമ്പിളിലേക്ക് പോകാൻ പോവാണ്. കുറച്ച് മിസ്റ്റേക്സ് വരും, ചൂട്. അപ്പോൾ നമ്മുടെ തലയിൽ 40 ഡിഗ്രി ചൂട്, വളരെ ചൂട്. ചെന്നൈക്കാട്ടി വലിയ ചൂട്. എന്താണ് ഷോർ ടെമ്പിൾ? എല്ലാവരും ഒരുപാട് പേര് റെക്കമെൻഡ് ചെയ്തു. എന്ന് വെച്ചാൽ അവിടെ നിൽക്കുകയാണെ മഹാബലിപുരത്ത് പോകണം, പോയിട്ടേ വരാവൂ. മറ്റേ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലൊക്കെ പെടുന്ന സാധനമാണ്. അപ്പൊ കണ്ടിരിക്കേണ്ടതാണ്. ക്ലൈമറ്റ് ഒക്കെ അറിയാന്നുള്ള ആരോ പറഞ്ഞാണ്. നിങ്ങൾ എന്തായാലും മിസ് ചെയ്യരുത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. എന്തായാലും വല്ലപ്പോഴല്ലേ വരും, എന്തായാലും കാണും. ഇവിടെ വരുന്നവര് ഓട്ടോയിൽ ചെന്ന് പെട്ടുപോകല് എന്നാണ് അവിടെ നിന്നൊരു കടയിൽ നിന്ന് ചേച്ചി പറഞ്ഞത്. അതെ, അവർ ഭയങ്കര കത്തിയാണ്. 1000 rupees ഒക്കെ മേടിച്ചോണ്ട് വെച്ചു. ഗൈഡാണ്.
ഒരു കാർഡും കാണിച്ച് വരും. അപ്പോൾ അവരെ അടുത്ത് ചെന്ന് പെടരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതിൽ പെട്ടില്ല, നമ്മൾ രക്ഷപ്പെട്ടു. ഒരാൾ കൂടെ വന്ന് നമുക്ക് ഇങ്ങനെ പറഞ്ഞാലും മനസ്സിലാവില്ല. പിന്നെ ദാസൻ ചേട്ടൻ നൈസായിട്ട് ഒഴിവാക്കി വിട്ട്. അതെ, ഫ്രണ്ട് വരരുത് വരപ്പോകറേ. ഓക്കെ, ഇത് ഇവിടെ എന്തിനാണ് ഇവിടെ ടിക്കറ്റ് എടുക്കുന്നത്? ഇത് പാർക്കിംഗ് അല്ലേ? ഇവിടെ നിന്ന് നമ്മളിങ്ങനെ നടന്ന് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യൻ സിറ്റീസിന് 40, അതേഴ്സിന് 600 ടിക്കറ്റ് കിട്ടി. ഒരാൾക്ക് 40 അല്ലേ? ഇന്ത്യൻ സിറ്റീസാണ്. അതേഴ്സിന് 600 രൂപ. കൂടുതലല്ലേ? പുറത്തുനിന്നുള്ളവർക്ക് 600 രൂപ, ഇന്ത്യക്ക് പുറത്തുള്ളവർക്ക് നമുക്ക് 40 രൂപ. ഭയങ്കര ചേഞ്ച് ആണല്ലോ അല്ലേ? ഹാപ്പി ബീയിങ് ഇന്ത്യൻ. ഇവിടെ പശുവിൻ്റെ കൂടെ പന്നികൾ മേയുന്നുണ്ട്. കണ്ടോ, കറുത്ത കളറിലുള്ള സാധനങ്ങളാണ് പന്നിക്കുട്ടികൾ. നല്ലൊരു കാഴ്ചയാണ് ഇവിടെ. ആ പശു ഇങ്ങനെ ഒരു കെട്ടുപാടുകളും ഇല്ലാതെ മേയുന്ന കാണാൻ എന്ത് സുന്ദരമാണ്. അതാണ് ആ ചെന്നൈയിലാണെങ്കിൽ മറ്റേ റോഡിൽ കൂടെയാണ് മേയണം, അതൊരു രസമില്ല. ഇത് കൊള്ളാം. ഗ്രീൻ പാസ്ചറിൽ കൂടെ നടക്കുന്ന പന്നികൾ കണ്ട, ഇങ്ങനെ കുഞ്ഞു പന്നികൾ ഇങ്ങനെ പോണ കണ്ട, എന്ത് രസം. ഗ്രീൻ പാസ്ചറിൽ കൂടെ നടക്കുമ്പോഴാണ് പശുവിന്റെ ഒരു ബ്യൂട്ടി. റോഡിൽ കൂടെ നടക്കുമ്പോൾ ആ ബ്യൂട്ടി ഇല്ല. ആ ബ്യൂട്ടി ഇല്ല. ചാണകം ഇട്ട് റോഡിൽ കൂടെ നടക്കുമ്പോഴും ബ്യൂട്ടി. ഇതാണ് സംഭവം. ഇപ്പൊ പോയി കുഴി ചാടിയനെ. ഇത് പല്ലവന്മാരുണ്ടാക്കിയല്ലേ? ഒന്നും സെർച്ച് ചെയ്തിട്ടില്ലല്ലേ? ഇത് എൻ്റെ ഒരു ഊഹം വെച്ചിട്ട്, എൻ്റെ ഊഹമല്ല, നിന്റെ ഒരു ഉല്ലാസിന്റെ ഊഹം വെച്ചിട്ട് അവൻ നോക്കിയ ഊഹം മറന്നുപോയി പേര്. ഏതോ ഒന്നാമൻ ഉണ്ടാക്കിയതാണ്, മറന്നുപോയി സമയം. നോക്കി വെച്ചതാണ് ഇത് ഇവിടെ വന്ന് തള്ളാൻ വേണ്ടിട്ട്. നരസിംഹവർമ്മ 1, നരസിംഹവർമ്മ 2. അപ്പൊ പറ്റിയതാണ് 1. പോർട്ടായിരുന്നു കേട്ടോ. ബിസി പോർട്ട് ഡ്യൂറിംഗ് ദ റൈൻ ഓഫ് Narasimhavarman II of the Indian Pallava dynasty. Marco Polo കൂടെ വന്നിട്ടുണ്ടാ. Marco Polo and European merchants who came to Asia after him called the site 7 pagodas. 7 pagoda. പക്കാവടയൊക്കെ നിങ്ങൾ എപ്പോഴും ഫുഡിന്റെ കാര്യം ഓർമ്മയുള്ളൂ. എത്രാമത്തെ സെഞ്ചുറി? 7th സെഞ്ചുറി. 7th സെഞ്ചുറി എന്ന് പറയുമ്പോ 630. ഇവിടെ കുറെ കാളകളുടെ സംഭവമാണ്. അത് പക്ഷെ ഡീറ്റെയിലിംഗ് ഒക്കെ പോയി, ഇത്രയും വർഷമാകുമ്പോ പോവുമല്ലോ. എന്തിനാണ് ഊരി വരുമെന്ന് നോക്കിയാണ്. സിവിൽ എഞ്ചിനീയർ. ഓ, ഇതാണ് ടെമ്പിള്. ശിവലിംഗം, മറ്റവിടെ വിഷ്ണു. ഓ, ഒരു സൈഡ് ശിവനും ഒരു സൈഡ് വിഷ്ണു ആണല്ലേ? ഇതിനകത്ത് ആളുണ്ടല്ലേ? പൂജയൊന്നും കാണൂലല്ലോ ഇവിടെ. പണ്ട് മറ്റേ ഇതൊരു വൈശ്യനിഷ്ടവും ശിവനിഷ്ടവും മറ്റേ നമ്മുടെ ദശാവതാരത്തിൽ സംഭവമുണ്ട്. വിഷ്ണു രണ്ടുപേർക്കും വേണ്ടിയിട്ടുള്ളതാണ്. രണ്ടുപേരുടെയും ഫാൻസ് തമ്മിൽ ശിവനും വിഷ്ണുവും തമ്മിൽ എന്തോ ഇതുണ്ട്. ശിവഭക്തരും വിഷ്ണു ഭക്തരും. ഈ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം പോലത്തെ ഒരു സംഭവമാണ്. അങ്ങനെ രണ്ടുപേരുടെയും ജോയിൻ ചെയ്തുള്ളൊരു ആ ഒരു സമയം ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കാനായിരിക്കും. ഇതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഒപ്പീനിയൻ നേടുക. UN ഹെറിറ്റേജ് വിസിറ്റ് ചെയ്യുക. ഹലോ, ഹലോ. നമ്മള് കുറച്ചു നേരമായി നമ്മളെ കാണാനായിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വന്നതിൽ വളരെ സന്തോഷം. അല്ല, നമുക്ക് മെസ്സേജ് അയച്ചിരുന്നല്ലേ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഇവിടെ ഈ ഭാഗത്ത് വരുന്നെങ്കിൽ കാണണോന്ന് പറഞ്ഞ്. അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ഇവിടെ വന്നപ്പോ വിളിച്ചത്. അതെ. കണ്ടതിൽ സന്തോഷമുണ്ടോ? നാട്ടിലെവിടാ? പാലക്കാട്. പുള്ളിക്കാരനെ കൂടെ കാണായിരുന്നു.
ശ്രീകാന്ത് കേൾക്കുന്നുണ്ടല്ലോ. എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു. കുറച്ച് നിന്നെയും കൂടെ കാണിച്ചു. ക്രിഞ്ച് മോഹൻ നമ്മളെ മാത്രം കാണിക്കാൻ. അത് പെട്ടെന്ന് ഇൻട്രോവേർട്ട് ആയി പോയതാ. കുഴപ്പമില്ല, പറഞ്ഞോ. ഒന്നും പറയില്ല. ഉല്ലാസ് നല്ലപോലെ സംസാരിക്കും, ഇന്ററാക്ട് ചെയ്യും. നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. നമ്മളിനി പഞ്ചരഥ ആണ് പോകാൻ പോകുന്നത്. അതെ അതെ, ആവണി. അതിനെ കുറിച്ച് എന്തൊക്കെ പറയാം? അതെ അതെ, ആവണിയും കണ്ടിട്ടില്ലെന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ നമ്മളൊരു വണ്ടി വിളിച്ച് പോവാന്ന് വിചാരിച്ചു. 6 മണിക്ക് അവിടെ ക്ലോസ് ചെയ്യാം. അതിന് മുന്നേ എത്തണം അവിടെ. ഇപ്പൊ എത്ര മണി? ഇപ്പൊ 5:15 ആകുമ്പോ. 5:15 അപ്പൊ എത്തും. പെട്ടെന്ന് പോയി അതുകൂടെ കാണാം. എന്നിട്ട് ഇനി അടുത്ത പ്ലാൻ. എന്നിട്ട് അടുത്ത ഏത് സ്ഥലത്താണ് നമ്മൾ അടുത്ത് പോണെന്നൊന്ന് പ്ലാൻ ചെയ്യാം. ഡെസ്റ്റിനേഷൻ പ്ലാനിങ് വൺ ട്വിസ്റ്റ് ആയിരിക്കും. നിങ്ങൾ കാത്തിരുന്ന് കാണാം. വണ്ടി കിട്ടിയില്ല. ക്യാൻസൽ കിട്ടിയില്ല, ചിലവരുണ്ടായത്. ക്യാൻസൽ ചെയ്യട്ടാ? ക്യാൻസൽ ചെയ്തോ? ഇനിയിപ്പം നടക്കാം. അവിടെ ചെല്ലുമ്പോ അടയ്ക്കില്ലേന്ന് അറിഞ്ഞിട്ട് എന്തായാലും നടക്കാം. എന്തൊരു വിഷമം. മുഖത്ത് വിഷമമൊന്നുമില്ല, നടക്കുന്നതിന്റെ ഒരു ഹാപ്പിനെസ്. ഈ ഭാഗത്ത് എന്തൊക്കെയൊക്കെയോ ഉണ്ട്. അത് എങ്ങനെ കേറും അറിയില്ല. നോക്കാം. പൂട്ടി. ഓ, ഇവിടെ ക്ലോസ് ചെയ്തേക്കണം. കുറച്ച് നേരത്തെ വരേണ്ടതായിരുന്നു. വിസിറ്റ് ചെയ്യാൻ പറ്റില്ല. പറ്റൂലേ? ഒരു ഓറഞ്ച് ജ്യൂസ്. ആദ്യം നമുക്ക് ഇത് കാണാം, രഥം കാണാം. ശരിയാ, ശരി. എത്തി. We are back at a monument again. അതെ. Monument. നമ്മുടെ ഫ്രണ്ടിൽ ഇതുപോലെ അവിടെ കാണുന്നതാണ് 5 രഥം. അത് ആരാണ് ഉണ്ടാക്കിയത്? അത് നരസിംഹവർമ്മ. വണ്ണെന്നും പറയുന്നു, 2 എന്നും വണ്ണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ 2 എന്ന് പറഞ്ഞത് ഗൂഗിളാണോ? നരസിംഹവർമ്മൻ 1 എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഹിസ്റ്റോറിയൻ സച്ചാസ് നാഗസ്വാമി പറയുന്നത് മിക്ക മോണുമെന്റ്സ് ഉണ്ടാക്കിയത് നരസിംഹവർമ്മൻ 2 ആണെന്നല്ലേ. സോ ദിസ് കുഡ് ബി നരസിംഹവർമ്മൻ 2. നരസിംഹവർമ്മന്റെ മറ്റേ പേരെന്തോന്നാണ്? നരസിംഹവർമ്മന്റെ മറ്റേ പേര് മാമല. ആ പേര് വെച്ചിട്ടാണ് ഇവിടുത്തെ സ്ഥലത്തിന് പേര് വന്നത്. മാമലപുരവും മഹാബലിപുരം രണ്ടും ഒന്ന് തന്നെ. പഴയ പേര് എഴുതത്തുള്ളൂ. ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് ഇവിടെ മാത്രമേ വരുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക. ഹിസ്റ്ററി ചാനൽ കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ. സഫാരി പോലും ഇങ്ങനെ ഡീറ്റെയിലിംഗ് വരൂലെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കും ഇത് കഴിഞ്ഞിട്ട് മിക്കവാറും പുള്ളി വിളിക്കും. ആവണി തന്നെ അന്തപ്പെട്ടിരിക്കണം നമ്മൾ ഇത്രയും ഡീറ്റെയിലിംഗ് പറഞ്ഞോണ്ടേ. അത് നമ്മൾ വിളിക്കോടാ, ചരിത്രം എന്നിലൂടെ പറയാം. ഓക്കെ, ഇതാ എത്തിയിട്ടുണ്ട്. ഇവിടെ ആ കാണുന്ന സാധനമാണ് 5 രഥം. കൊള്ളാല്ലേ, കാണേണ്ടത് തന്നെ കേട്ടോ. അതെ. കണ്ടല്ലോ, ഇനി പോയാലോ? എന്തോ നമുക്ക് ടിക്കറ്റിന്റെ കാര്യം തിരക്കാം. ടിക്കറ്റ് ഇതോ അവിടെ ക്ലോസായി എന്ന് കേൾക്കുന്നു. അവിടെ ഇരുന്ന സമയത്ത് വരെ ഉള്ളായിരുന്നു. എടാ, അങ്ങനെ നമ്മുടെ കുഴപ്പമാണോ? അതെ, 6 o'clock ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞു. 5:30 നമ്മളിവിടെ എത്തി. ക്ലോസ് ആയി. ദിസ് ഈസ് മിസ്മാനേജ്മെന്റ്. അവരവിടെ നിന്ന് കേക്കാണ് കേട്ടോ. നമുക്ക് ആ സൈഡിൽ പോയി നമ്മൾ നേരത്തെ കൂപ്പൺ ഉണ്ടെങ്കിൽ കയറാൻ പറ്റുമോ? ഇല്ല, അതിൽ മറ്റേ സീലടിക്കും. ഗ്രൂപ്പ് മോണമെന്റ്സ് അറ്റ് മാമലപുരം എന്നൊക്കെ എഴുതിയിരിക്കും. മോണമെന്റ് അല്ലേ ഇത്? കാണിച്ചു ഗൈസ്, നമുക്ക് കയറാൻ പറ്റി. സംഭവം ഒരിടത്ത് ടിക്കറ്റ് എടുത്താ മതി. അതാണ് ഞാൻ ഉല്ലാസിന്റെ അടുത്ത് നാഴിക്ക് 100 വട്ടം പറഞ്ഞു. ഉല്ലാസ് അത് അംഗീകരിക്കുന്നില്ല. താൻ പിടിച്ച കൊമ്പിന് അങ്ങനെ ഇപ്പൊ താൻ പിടിച്ച മുയലിന് 2 കൊമ്പ്. നമ്മളവിടെയൊക്കെ ഒരു ടിക്കറ്റ് എടുത്താൽ ഒരു സ്ഥലത്തല്ലേ കയറാൻ പറ്റുള്ളൂ. അതിന്റെ ഒരു ഇതിൽ പറഞ്ഞില്ലേ നിങ്ങൾ ഇങ്ങനെ എന്നെ ക്രൂശിക്കല്ലേ. അപ്പോൾ നമ്മളിത് പഞ്ചരഥം അല്ലേ, പഞ്ചരഥത്തിൽ വന്നിട്ടുണ്ട്. ഇതാണ് സംഭവം. ഇവിടെ 5 രഥമുണ്ട്. അതിൽ 1, 2, 3, അതിന്റെ അപ്പുറത്ത് ഒരെണ്ണം. ഇത് അതെന്ത് കൈ ചൂണ്ടിയ ഇങ്ങനെ അയ്യേ. ഈ 5 രഥം ഏതൊക്കെയാണ്? ഇത് ദ്രൗപദി രഥ, ശരഥ, ഇത് അർജുന രഥ, ഇത് നകുലൻ സഹദേവ രഥ. ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലുത് ആരെയെന്നറിയാമോ? ഇത് ഭീമന്റെ രഥം. ഇതാണ് ഭീമന്റെ രഥം.
ഇത് ധർമ്മരാജയുടെ രഥമാണ്. ഇത്തിരി പൊക്കമുള്ള, നല്ല വലിയത്. ഇത് നീളം കൂടുതൽ, ഇത് പൊക്കം കൂടുതൽ. അപ്പൊ ഇതാണ് ഇവിടുത്തെ 5 രഥം. അങ്ങനെ നമ്മള് ഇപ്പോ പഞ്ചരഥയിൽ നിന്നും വിട വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതെ. അടുത്ത ഡെസ്റ്റിനേഷൻ ഇതുവരെയ്ക്കും നമ്മൾ തീരുമാനിച്ചിട്ടില്ല. അതിന് ഉടനെ തീരുമാനിക്കണം. നമ്മുടെ ഡെസ്റ്റിനേഷൻ ഊട്ടി, കൊടൈക്കനാൽ, പിന്നെ ഏതൊക്കെ? പോണ്ടിച്ചേരി, തഞ്ചാവൂർ വേണ്ട, ചൂടായിരിക്കും. മധുര വേണം, ചൂടായിരിക്കും. ഇവരെന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിഞ്ഞൂടാ. ഇല്ലെങ്കിൽ തിരുവനന്തപുരം. ഏത് ഡെസ്റ്റിനേഷൻ? TVM നമ്മളെ മിസ് ചെയ്യുന്ന ഒരുപാട് കമന്റ്സ് നമുക്ക് വരുന്നു. കമന്റ്സ് വായിക്കുമ്പോ തോന്നുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട് വീഡിയോസ് കൊള്ളില്ല എന്നൊക്കെ. നമ്മൾ ട്രിവാൻഡ്രത്ത് വരാൻ വേണ്ടിയിട്ടാണ്. തിരുവനന്തപുരത്ത് വന്നിട്ട് നമ്മളെ കുക്കിംഗ് ബ്ലോഗൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കണം. അതാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ. ആവണി പറയൂ എന്താണ്? ഓക്കെ, എന്തായാലും നമ്മൾ ഇനിയിപ്പം ബാഗ് വെച്ച സ്ഥലത്തോട്ടൊക്കെ പോകണം. എന്നിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ അടുത്ത ബാഗ് എടുക്കാം. ബാഗൊക്കെ എടുത്തു. ഇനി ഏത് വണ്ടി പിടിക്കാം? ഇനി ഏത് വണ്ടി പിടിക്കാൻ? ഒരു പ്ലാനും മറ്റേ എന്തൊരു സെലക്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് 558 കിടക്കുകയാണ്. നമ്മൾ വന്ന സ്ഥലത്ത് പോവാം. അല്ല, ആവണി എവിടെയാണ്? 558. ആവണിയെ കൊണ്ട് സേഫ് ആയിട്ട് എത്തിക്കണം. അതാണ് ഇന്നത്തെ. സൂപ്പർ ആയിരുന്നല്ലേ? അതെ. ആവണിയാണ് പറയാൻ നമ്മളെ കൂടെയുള്ള ട്രാവൽ എക്സ്പീരിയൻസ്. ഓക്കെ, ടാറ്റ. അങ്ങനെ ആവണി പോയി. ഇനി നമ്മൾ മാത്രമേ വഴിയാധാരമായിട്ടുള്ളൂ. ഇനി നമ്മൾക്ക് ആവണി പോയോ? മഹാബലിപുരം മൊത്തം കറങ്ങി. എവിടെ പോണെന്ന് അടുത്ത ബസ് സ്റ്റോപ്പിൽ നമ്മൾ തീരുമാനിക്കും. നമ്മള് മെയിൻ ബസ് സ്റ്റോപ്പിലോട്ട് പോകുന്നു. അവിടെ ചെന്നിട്ട് നമുക്ക് പ്ലാനാണ്. അവിടെ ചെന്നിട്ട് പ്ലാൻ ചെയ്യും. ചാർലിയാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ എന്തായാലും മെയിൻ സ്റ്റോപ്പിൽ പോവാം. എന്നിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കാം. മിക്കവാറും നാട് വിടാൻ ചാൻസ് ഉണ്ടല്ലേ? ചിലപ്പോൾ ഒരു വൈബ് അടിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു വൈബായി തുടങ്ങി. തിരുവനന്തപുരം നമ്മളെ മാടി വിളിക്കുന്നുണ്ട്. നോക്കാം, അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം. തിരുവണ്ണൂർ എത്തി. ഇനി നമുക്ക് തീരുമാനിക്കാം എവിടെ പോകണോ. ഇനിയും ചെന്നൈയിലേക്ക് നമ്മൾ പോകണം. പോണ്ടിച്ചേരി ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് ചിലർ പറയുന്നു. ഒരു ദിവസമായിട്ട് പോണ്ടിച്ചേരി സോൾ അറിയാം. അല്ല, ഒരു മിനിറ്റ്. പോണ്ടിച്ചേരി ഒരു ദിവസം പോയിട്ട് എന്ത് ചെയ്യാനാണ്? പോണ്ടിച്ചേരി ചെറിയ സ്ഥലമാണ്. ഓക്കെ, നിങ്ങൾ വീട്ടിൽ പോകുന്ന പോണ്ടിച്ചേരിയിലിട്ട് തന്നെ പോവാം. ഒരു ദിവസം മാത്രം അവിടെ കറങ്ങി പറയണോ? ഒരു ദിവസം കൊണ്ട് പോണ്ടിച്ചേരി കാണാം. ഉല്ലാസം പറയണ ട്രെയിനിൽ കയറി പോണ്ടിച്ചേരി. അങ്ങനെയല്ല, ഇവർക്ക് സത്യം പറഞ്ഞാൽ വീട്ടിൽ പോകണമെന്നാണ് ആഗ്രഹം. പോണ വഴിക്ക് യൂട്യൂബ് ഇട്ട് കാണിച്ചു പോണ്ടിച്ചേരി. ഞാൻ വേറൊരു വഴി പറയട്ടെ. പോണ്ടിച്ചേരിയിൽ സാധാരണ ആൾക്കാർ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ റിലാക്സേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഇത്രയും ദിവസം റിലാക്സേഷൻ പോരെ. നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉരച്ചാലോ? ഇത്രയും ദിവസം എന്തിനു റിലാക്സ് ചെയ്യുന്നതാണ് പറയണത്. നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉരച്ചാലോ? എന്നിട്ട് ഫ്ലൈറ്റിൽ നമ്മൾ തിരുവനന്തപുരത്ത് പോകും. പെട്ടെന്ന് വീട്ടിൽ പോകണമെന്നുണ്ട്. നാളെ 6 മണിക്ക് വീടെത്തും. നിനക്ക് മനസ്സിലായില്ലേ? വീട്ടിൽ പോകണമെന്നുണ്ട്. എന്നാലും നമുക്ക് ആലോചിക്കാം എന്ത് ചെയ്യണോ. അവർക്കും ചെന്നൈ ചിലപ്പോൾ മടുത്തു തുടങ്ങി. നമ്മളെ ഓഡിയൻസിന് നമ്മളെ മടുത്തു തുടങ്ങിയതാണ് എനിക്ക് തോന്നുന്നത്. ചെന്നൈ വന്ന് വ്ളോഗ് സജീവമായിട്ട് ചെന്നൈ വന്ന് നമ്മൾ ഫീൽഡ് ഔട്ട് ആവോ? സത്യമായിട്ട് ചെന്നൈ ഈസ് ആൻ ഇമോഷൻ. 40,000 രൂപ മുടക്കിയിട്ട് ഫീൽഡ് ഔട്ട് ആവൂടെ? ഓക്കെ, ഒരു തീരുമാനമായിട്ട് വരാം. ഇത് ഒരു നടക്കി പോകില്ല. ആൾക്കാരിങ്ങനെ നമ്മുടെ ഈ തീരുമാനത്തിന്റെ ഡിസ്കഷൻ ഇട്ട് വെറുപ്പിക്കുന്നില്ല. കാര്യം വെറുത്തു. നമ്മൾക്ക് ഇവിടെ വെറുത്തിരിക്കുകയാണ്. സോറി, ഒരു തീരുമാനമായിട്ട് വരാൻ അതായിരിക്കും നല്ലത്.
യെസ്, അങ്ങനെ നമ്മളൊരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. തിയേറ്റർ സിനിമ ഈ പാതിരാത്രി 12 മണിക്ക് നമ്മളൊരു സിനിമയ്ക്ക് വരാൻ പോവുകയാണ്. 2 മണിക്കൂർ റെസ്റ്റ് കിട്ടാൻ പറ്റുന്ന ബെസ്റ്റ് പ്ലേസ്. നമ്മൾ സ്റ്റേ ഒന്നും എടുക്കുന്നില്ലേ, രാത്രി നമ്മളിവിടെ അലഞ്ഞു. പക്ഷേ ഇന്ന് നമ്മൾ സ്റ്റേ ഇല്ലാണ്ട് എങ്ങനെ ചെന്നൈയിൽ നിൽക്കാൻ പറ്റും എന്നുള്ള ഒരു ഗഹനമായ ഒരു പരീക്ഷണമാണ്. ഇതിപ്പോ കാണാൻ പോണ സിനിമ ടൂറിസ്റ്റ് ആണ്. അതൊരു 3 മണിക്കൂർ ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു. 2.5 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള എന്താണെന്നുള്ളത് കണ്ടറിയും.